ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ ദേവി ഉദയഭാനുവിനെയും അതുപോലെ തന്നെ സ്ത്രീകളെയും കൂട്ടിക്കൊണ്ട് ഇനി ഈ ദൈവമംഗലത്തിൽ നിന്ന് നാണം കെടുത്തല്ലേ, അവരെ നാണം കെടുത്തല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവാട്ടോ. റോഡ് മൊത്തം ദേവി കരയുമ്പോൾ സ്ത്രീകളെ പറയണ്ട, എന്റെ മോളെ പൊന്നു മോളെ നീ കരയലേടി, നിനക്ക് ഞാൻ നീതി വാങ്ങിച്ചു തരും, അമ്മക്ക് നാണില്ലേ ഇങ്ങനെയൊക്കെ പറയാൻ. ഉദയഭാനു പറയണ്ട. അപ്പോഴും അവര് നന്നായിട്ടൊന്നും ഇല്ല കേട്ടോ. ഉദയഭാനു അപ്പോഴും പറയണത്, മോളെ കൊച്ചു കൊച്ചു കള്ളത്തരങ്ങളൊക്കെ എല്ലാവരും പറയും, ഇതാണോ വെച്ചാ കൊച്ചു കൊച്ചു കള്ളത്തരങ്ങൾ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ദേവി അവിടെ നിന്ന് പോവാണ്. ഉദയഭാനു സ്ത്രീകളെ അപ്പോഴും അവരുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കാട്ടോ. വീട്ടിലെത്തുന്ന ഉദയഭാനു സ്ത്രീകളെയും ദേവി എടുത്ത് പറയണ്ട, മോളെ ദേവി ഞങ്ങൾ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാം മോളെ, നീ തിരിച്ചു പോ മോളെ, വിദ്യക്ക് നല്ല നല്ല ആലോചന വന്നുകൊണ്ടിരിക്കുകയാണ്, നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ആവും. ഓഹോ, വിദ്യനെ കെട്ടിച്ചിടാൻ പോണത് ഇതുപോലെ നോണ പറഞ്ഞിട്ടാണോ? എന്റെ പൊന്നമ്മേ, അവള് ഇവിടെ കെട്ടിയില്ലെങ്കിലും നിന്നോട്ടെ, ഇങ്ങനെ നോണ പറഞ്ഞ് കെട്ടിച്ചു വിടല്ലേ അമ്മേ എന്ന് പറയണം. ഇത് കേട്ടു ഉദയഭാനു പണ്ട്, എടി ഒരു വിവാഹം നടത്താനേ ചിലപ്പോ കുറച്ച് കള്ളങ്ങളൊക്കെ ചില പറഞ്ഞെന്നൊക്കെ വരും, അതൊക്കെ ഈ നാട്ടിലെ സർവ്വസാധാരണമാണ്. ഒരു കല്യാണം നടത്താൻ ഭയങ്കര പാടാ, മുടക്കാൻ വളരെ ഈസിയാണെന്ന് നീ കേട്ടിട്ടില്ലേ? അതുകൊണ്ട് ഒരു കുടുംബത്തെ മൊത്തം, ആ കുടുംബത്തെ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് അച്ഛനോട് ആരാ പറഞ്ഞത്? ഈ ഒരു അവസ്ഥ അച്ഛന് നേരെ തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിലോ അച്ഛനൊന്ന് ആലോചിച്ചു നോക്ക്. അച്ഛൻ ക്ഷമിക്കോ? അച്ഛന് സഹിക്കാൻ പറ്റുമോ? അച്ഛനൊരു മോനുണ്ടായിരുന്നു, ആ മോൻ ഇതുപോലെ തന്നെ ഒരു തരികിട കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണെടുത്താൽ എങ്ങനെ ഉണ്ടാകും? നിങ്ങൾ സഹിച്ചിരിക്കുമായിരുന്നു ഇല്ലല്ലോ. ദേവമംഗലംകാരായതുകൊണ്ട് ഇത്രയൊക്കെ ക്ഷമിച്ചും സഹിച്ചും അവർ ഇത്രയൊക്കെ നമ്മളോട് പെരുമാറുള്ളൂ. പോലീസിനെ പിടിച്ച് ഏൽപ്പിച്ചില്ലല്ലോ, അതിന് അച്ഛന് ബാലച്ചന്റെ കാല് പിടിക്കായിരുന്നു വേണ്ടത്. നിർത്തല്, കുറെ നേരമല്ലോ അവളുടെ ബാലച്ചൻ, അവളുടെ ഗോമതിയമ്മ, അവളുടെ മീനാക്ഷി, അവളുടെ മിത്ര നീ പുറത്തിറങ്ങണ കഴിഞ്ഞിട്ട് അവരാരെങ്കിലും സംസാരിച്ചോടി? ഇല്ലല്ലോ. അപ്പോ ദേവി പറയുന്നുണ്ട്, അവർക്ക് എല്ലാവർക്കും എന്നോട് നല്ല സ്നേഹമുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മ എന്നെ പുറത്താക്കിയെങ്കിലും അമ്മയുടെ മനസ്സ് എന്റെ മനസ്സിനെക്കാളും ഒരുപാട് വേദനിക്കുന്നുണ്ടാവും, എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മക്ക് ആ കുടുംബക്കാരെ അറിയില്ലായിരിക്കും, പക്ഷെ എനിക്ക് ആ കുടുംബത്തെ നന്നായിട്ട് അറിയാം, ഈ കുടുംബത്തെക്കാളും നന്നായിട്ട് അറിയാം. എന്തായാലും ഞാനിനി അങ്ങോട്ടേക്കില്ല. അവര് ഇത്രയും ധൈര്യം ഞങ്ങൾക്ക് കാണിച്ചത് അത്രയും വലിയ ഭാഗ്യമാണെന്ന് കരുതിയാൽ മതി. ആഹാ, അപ്പൊ നീ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? ഇവിടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിക്കാൻ തന്നെ ഭക്ഷണം തികയുന്നില്ല, അപ്പോഴാണ് ഇനി നിനക്കും കൂടി. ദേവി പറഞ്ഞമ്മേ, ഞാൻ വീട്ടുജോലി എടുത്തിട്ടെങ്കിലും പൈസ ഉണ്ടാക്കി, ചെലവിനുള്ള പൈസ ഞാൻ ഉണ്ടാക്കി തരാം, ഇങ്ങനെ മറ്റുള്ളവരുടെ എച്ചിൽ പാത്രത്തിൽ നിന്ന് എടുത്ത് കഴിക്കല്ലേമേ, നാണക്കേട്. ഉദയഭാനു പറഞ്ഞ, അതിന് നിനക്ക് ആരാടി ജോലി തരാൻ പോണത്? ഞാൻ വല്ല തുണിക്കടയിൽ നിന്നിട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കിക്കോളാം, നിങ്ങൾക്കുള്ള മാസ പൈസ, ഭക്ഷണത്തിനുള്ള പൈസ ഞാൻ തന്നോളാം. ഇനിയെങ്കിലും മറ്റുള്ളവരുടെ പണത്തിന് വേണ്ടിയും സ്വർണത്തിന് വേണ്ടിയും മറ്റുള്ളവരെ തകർക്കല്ലേ, ഞാൻ നിങ്ങളെ അപേക്ഷിക്കുകയാണ് എന്നൊക്കെ ദേവി പറയാണ്. ഉദയഭാനു പറയണ്ട, മോളെ അതുകൊണ്ട് മാത്രമല്ലല്ലോ മോളെ, നിനക്ക് നിന്റെ ജാതകത്തെ കുറിച്ച് അറിയാവുന്നതല്ലേ, മതി നിർത്തു ഒരു ജാതകം. ഇത് പറഞ്ഞിട്ടാ നിങ്ങൾ പലപ്പോഴും പേടിപ്പിച്ചത്. ജാതകത്തിൽ എന്താ ഇത്രമാത്രം ഉള്ളത്? ഞാൻ ഇന്നൊരു പ്രായം ആകുമ്പോഴേക്കും മരിച്ചു പോകുമെന്ന്. അങ്ങനെ മരിച്ചു പോകണമെങ്കിൽ മരിച്ചു പോട്ടെ നിങ്ങൾ വിൽക്കണമായിരുന്നു. എടി, അങ്ങനെ നിനക്ക് മരണം ഞങ്ങൾക്ക് തരാൻ പറ്റുമോടി? അങ്ങനെ നീ മരിക്കുന്നതിന് മുമ്പ് ഒരു പൂജാവിധി അല്ലാന്നുണ്ടെങ്കിൽ അതിനൊരു മറുവിധിയാണ് ഇത്. നമ്മുടെ ജ്യോത്സ്യം പറഞ്ഞതാണ്, നിന്റെ വിവാഹം നടത്തി നിനക്കൊരു കുഞ്ഞാവാണെന്നുണ്ടെങ്കിൽ നിനക്ക് ചിലപ്പോൾ മരിക്കുന്നതിന് രക്ഷപ്പെടാൻ സാധിക്കും. അതിനല്ലേ മോളെ ഞങ്ങൾ നിങ്ങളുടെ കെട്ടിച്ചു വിട്ടത്. പിന്നെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ കുഞ്ഞിനെങ്കിലും കാണാന്നുള്ളൊരു ആഗ്രഹം കൊണ്ടല്ലേടി ഇങ്ങനെയൊക്കെ ചെയ്തു പോയത്. അമ്മേ, ഇത് നിങ്ങൾ നിങ്ങളുടെ മാത്രം ന്യായമാണ്, മറ്റുള്ളവർക്ക് ഇത് ന്യായമായിട്ടോ കാര്യമായിട്ടോ ഒന്നും തോന്നേണ്ട കാര്യമില്ല. ഓരോരുത്തർക്കും അവരുടെ മക്കള് സ്വന്തമാണമേ, സ്വന്തം കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് കേട്ടില്ലേ? അമ്മക്കും അച്ഛനും ഞാൻ വളരെ വലുതാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആനന്ദേട്ടൻ ആ കുടുംബത്തിലെല്ലാവർക്കും. അതുകൊണ്ട് ഒരാളുടെ ജീവിതം വെച്ച് കളിക്കല്ലേ. വിദ്യക്ക് സത്യസന്ധമായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവളെ കെട്ടാനായിട്ട് നല്ല ആൾക്കാരായാലും വരുവാണെങ്കിൽ അവരെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക, അല്ലാതെ കള്ളം പറഞ്ഞ് ഇനിയെങ്കിലും അവളുടെ ജീവിതം കുളം ആക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ശ്രീകല ഒന്നും മിണ്ടുന്നില്ലല്ലോ. മിണ്ടുന്നില്ലട്ടോ. 2 ദിവസം കഴിയുമ്പോഴേക്കും ശ്രീകല തനി സ്വഭാവം എടുക്കാണ്. ദേവി എന്തെങ്കിലും കറി ഒരു അല്പം കൂടുതലെടുത്ത, ആഹാ പച്ചക്കറിക്കൊക്കെ എന്താ വിലയെന്നറിയാവോ? അങ്ങോട്ട് വാരിക്കോരി കഴിച്ചു കഴിഞ്ഞാൽ രാത്രി ഞങ്ങൾ എന്ത് കഴിക്കും? എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ദേവി അവിടുന്ന് പോവാണ്. അങ്ങനെ ദേവി കഴിക്കണേനും ഭക്ഷണം കഴിക്കണേനും വെള്ളം കുടിക്കണേനും വരെ കണക്ക് പറയാണ്. ദേവി ഓരോരോ കടകൾ കയറി ഇറങ്ങാണ് ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പൊ കടകളിലൊന്നും ആളെ എടുക്കുന്നില്ല കേട്ടോ. ഇവിടെ ഇപ്പൊ സെയിൽസ് ഗേൾസിന് ആരെങ്കിലും എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വിടണം. അപ്പൊ ദേവിക്ക് അവസാനം തോന്നുന്ന കാര്യം, മുമ്പ് നിന്നിരുന്ന ഹോട്ടൽ ഉണ്ടല്ലോ, ആ ഹോട്ടലിൽ തന്നെ പോയി പണിയെടുത്താലോ, എച്ചിൽ പാത്രം വാരിട്ടാണെങ്കിലും 8,000 രൂപ കിട്ടുമായിരുന്നല്ലോ, ആ പണി അങ്ങ് എടുത്താലോ എന്ന് വിചാരിച്ച ദേവി ആ ഒരു ഹോട്ടലിലേക്ക് പോവാണ്. താനിവിടുന്ന് പറയാതെ പോയതല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ വന്നത്? സർ, എനിക്ക് ജോലി അത്യാവശ്യമാണ് സർ, ഞാൻ വീണ്ടും ജോലിക്ക് കയറിക്കോട്ടെ? പറ്റില്ല, ഇങ്ങനെ പറയാതെയും മിണ്ടാതെയും പോണ സ്റ്റാഫുകൾ എനിക്ക് ആവശ്യമില്ല സർ. പ്ലീസ് സർ, ഞാൻ പറയാതെയും പോവില്ല സർ, പ്ലീസ് സർ, എനിക്ക് ജോലി തരണം.
അത്രമാത്രം പൈസക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് സർ എന്നൊക്കെ പറഞ്ഞ് ദേവി കെഞ്ചുപഴിക്കുമ്പോ ആ ശരിയെന്ന് നിന്നോന്ന് അയാൾ പറയാണ്. വീണ്ടും ആ ഹോട്ടൽ പണിയിൽ ജോലി എടുക്കാട്ടോ, അതായത് വീട്ടിലേക്കുള്ള പൈസ എങ്കിലും കൊടുക്കണമല്ലോ, അതിനെ വേണ്ടിയിട്ട്. അങ്ങനെ ആനന്ദും അതുപോലെ തന്നെ ദേവി ദിവസം പോകുന്നതും അകന്നകന്ന് വരുവാണ്. പക്ഷെ ദേവിനെ കുറിച്ചുള്ള പല ഓർമ്മകളും ഗോമതിക്ക് വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. എന്തെങ്കിലും പണി ചെയ്യുമ്പോഴേക്കും ദേവി മോളെ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അങ്ങനെ ദിവസം കഴിയുന്നതും പരമാവധി ഇങ്ങനെ അകലം കൂടിക്കൊണ്ട് വരണം. അതിങ്ങനെ കുറഞ്ഞു വരുന്നൊന്നുമില്ല, അങ്ങനെ അകലം കൂടിക്കൊണ്ട് വരുവാണ്. ശേഷം നമ്മുടെ വീട്ടില് നമ്മുടെ ദേവിനെ കുറിച്ചുള്ള സംസാരം വീണ്ടും വരുവാണ്. പക്ഷെ ആനന്ദന് അപ്പോഴും ദേഷ്യം തന്നെയാണ് കേട്ടോ. മീനാക്ഷിയും ഇത്രയും പറയണ്ട, ആനന്ദേട്ടാ കഴിഞ്ഞത് കഴിഞ്ഞു, ആനന്ദേട്ടന് ഒരു ജീവിതം വേണം, ദേവി അടുത്തേക്ക് ഒരു ജീവിതം വേണം, കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഇനി ഒരുമിച്ച് ജീവിച്ചൂടെ? ദേവിയെടുത്ത് അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചു, ആനന്ദേട്ട ഇനിയെങ്കിലും ദേവിയെടുത്തിനെ തിരിച്ചു വിളിക്ക്, ദേവിയെടുത്ത് ഒരു പാവാണ്, അച്ഛനും അമ്മയുടെ സമ്മതം കൊണ്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയതല്ലേ, നിങ്ങളുടെ ഒരു ദേവിയെടുത്തി അവൾ എനിക്കിനി വേണ്ട, ഇവിടെ ഞാൻ നിന്ന് പോയാലും എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് ഭാര്യയെന്നോ കുടുംബമെന്നോ കുട്ടികളെന്നോ ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആനന്ദ് അപ്പോഴും ഒറ്റ കാലത്താണ് നിൽക്കാട്ടോ. അങ്ങനെ മീനാക്ഷി മിത്ര എന്ന പരിശ്രമം വിട്ടുകളയണോ, ഇനി എന്തെങ്കിലും ആവട്ടെ, അവരായി അവരുടെ ജീവിതം എന്താ ചെയ്യട്ടെ വിചാരിക്കുകയാണ്. പിന്നീട് ഒരിക്കലും മീനാക്ഷി ഒരു ഹോട്ടലിൽ കഴിയുമ്പോഴേക്കും ദേവിനെ കാണുന്നുണ്ട്. മീനാക്ഷിക്ക് ഭയങ്കര സങ്കടവും വിഷമമാണ്. പിന്നീട് മീനാക്ഷി ദേവിനെ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം മീനാക്ഷി കുറച്ച് പൈസ ദേവിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. എനിക്ക് വേണ്ട മോളെ എന്ന് ദേവി പറയുമ്പോൾ ഇത് വെച്ച് ദേവിയെടുത്ത് ആകെ ക്ഷീണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി നിറ കണ്ണുകളോട് പോവാട്ടോ. പിന്നീട് മീനാക്ഷി അവിടെ നിന്ന് പിന്നെ മിക്ക ദിവസങ്ങളും ദേവീനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോകുന്നുണ്ട്. ദേവി എടുത്ത് സംസാരിക്കുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. ഇതൊന്നും തന്നെ ദേവമംഗലത്ത് ആരും അറിയുന്നില്ല കേട്ടോ. കാരണം ബാലനും ഗോമതി പ്രത്യേകം പറഞ്ഞു ഈ വീട്ടിൽ ആരും തന്നെ ദേവിനെ കാണാനോ പോവാനോ സംസാരിക്കാനോ നിൽക്കരുതെന്ന്. പക്ഷെ മീനാക്ഷി അത് കേൾക്കുന്നില്ല. മീനാക്ഷി എനിക്ക് എന്റെ ചേച്ചിയാണ്, സ്വന്തം ചേച്ചി, അതുകൊണ്ട് ഞാൻ എന്തായാലും ചേച്ചിനെ കാണാൻ വേണ്ടി പോകുന്ന ഒരൊറ്റ വാശിന് ആരും അറിയാതെ ഇങ്ങനെ പോവുകയൊക്കെ ചെയ്യാണ്. ഇത് തമിഴിലെ ഭാഗം കേട്ടോ. അങ്ങനെ പോവാം, ദേവിനെ കാണുക വരെയൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോഴേക്കും ആനന്ദ് റൂമിൽ ഇങ്ങനെ ദേവിയുടെ സാധനങ്ങളൊക്കെ എല്ലാം ഒരു പെട്ടിയിലാക്കി എടുത്ത് മടക്കിയൊക്കെ വെക്കുന്നുണ്ട്. അങ്ങനെ പക്ഷെ ദേവി പല കാര്യങ്ങളും എടുത്തു വെച്ചതും ആനന്ദ് കൊടുത്തിരുന്ന ചെറിയ ചെറിയ ഗിഫ്റ്റുകളാണെങ്കിലും അത് വിലപിടിപ്പുള്ള ഭയങ്കര സംഭവം പോലെ ഒരു മിഠായി, ഒരു ചോക്ലേറ്റിന്റെ ഒരു മിഠായി മേടിച്ചെടുത്തപ്പോൾ അതിന്റെ കവർ പോലും ദേവി സൂക്ഷിച്ചു വെക്കുകയാണ്. മാത്രമല്ല ആനന്ദ് എന്ന് വെച്ചാൽ ദേവിക്ക് ജീവനാണെന്ന് പലപ്പോഴും ആനന്ദിനെ മനസ്സിലാകാൻ പോകുന്ന നിമിഷങ്ങൾ ഇനി വരാൻ വേണ്ടി പോകണം കേട്ടോ. ആനന്ദിന്റെ ബർത്ത്ഡേക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി കുടുക്കയിൽ പൈസ കൂട്ടി വെക്കുക. എന്നിട്ട് ആ കുടുക്കയുടെ പൊക്കത്ത് എഴുതി വെച്ചിട്ടുണ്ട്, മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ആനന്ദിന്റെ പ്രിയപ്പെട്ട ആനന്ദേട്ടന്റെ ബർത്ത്ഡേക്ക് സമ്മാനമായിട്ടുള്ള ഒരു നിക്ഷേപമാണ് ഇതെന്ന രീതിയിൽ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ആനന്ദിന് അതൊക്കെ കാണുമ്പോൾ വല്ലത്തെ വിഷമമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ദേവി ചെയ്ത ക്രൂരതകൾ അത് മനസ്സിലാലോചിക്കുമ്പോൾ അതൊന്ന് ഇല്ലാതായി പോകുകയാട്ടോ ചെയ്യേണ്ടത്. അങ്ങനെ ദേവിയുടെ പല പല കാര്യങ്ങളും ആനന്ദ് പതുക്കെ മനസ്സിലാക്കി കൊണ്ടുവരുവാണ്. ആ ദേവി ഒരു പാവാണെന്നൊക്കെയുള്ള കാര്യം. അത് മാത്രമല്ല ആനന്ദിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ദേവി ഒരു ബുക്കിൽ എഴുതി വെക്കുക. എന്നിട്ട് എന്റെ ആനന്ദേട്ടൻ ഇന്ന് എന്നെ നോക്കി എനിക്ക് ഭക്ഷണം വാരി തന്നു, ആനന്ദേട്ടൻ പാവാണ്, ആനന്ദേട്ടൻ എന്റെ മടിയിൽ കിടന്ന് ഉറങ്ങി, ആനന്ദേട്ടൻ ഞാനും കൂടി ഭക്ഷണം കഴിക്കാൻ പുറത്ത് പോയി, ആനന്ദേട്ടൻ ഞാനും കൂടി സിനിമക്ക് പോയി, അങ്ങനെ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കാണ് ദേവി. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി ദേവി എഴുതി വെക്കുന്നുണ്ട്, എന്റെ ആനന്ദേട്ടനെ ഞാൻ ചതിക്കുകയാണെന്നുള്ള തോന്നൽ എന്റെ ദിവസവും മനസ്സിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഈ സത്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളും നമ്മുടെ ദേവി ഇങ്ങനെ എഴുതി വെച്ചേക്കണം കാണുമ്പോഴേക്കും ആനന്ദിന് വല്ലാത്ത വിഷമമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവിയുടെ പല ഓർമ്മകളും ആനന്ദിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിലും പക്ഷെ ആനന്ദ് അത് മറക്കണം. അവളെന്നെ ചതിച്ചല്ലോ എന്ന് വെച്ചിട്ട് അത് മറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുമുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. ഇന്നത്തെ വീക്കെൻഡ് പ്രൊമോ എന്തായാലും നല്ലൊരു പ്രൊമോ ആയിരിക്കും. നല്ല പ്രൊമോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 7 മണിക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.